ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവം ദാനമായി നൽകിയ ഈ ദിവസം ദൈവത്തോട് ചേർന്ന് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ വായന ഭാഗം ഇയ്യോബിൻ്റെ പുസ്തകം 11 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 2 ശമൂവേൽ 15-ാം അധ്യായം 22-ാം വാക്യം. ദാവീദ് ഇത്ഥായിയോട്, നീ കൂടെ പോരുക എന്ന് പറഞ്ഞു. ഗത്ത് സ്വദേശിയായ ഒരു ഫെലിസ്ത്യ നായകനായിരുന്നു ഇത്ഥായി. ഗത്ത് എന്ന് പറഞ്ഞാൽ 5 ഫെലിസ്ത്യ പട്ടണങ്ങളിൽ ഒന്നായിരുന്നു. ദാവീദ് കല്ലും കവിണയുമായി എതിരിട്ട മല്ലനായ ഗോലിയാത്ത് ഗത്ത് പട്ടണക്കാരനായിരുന്നു. ആ പട്ടണത്തിലെ തന്നെ ഒരു നായകനായിരുന്നു ഇത്ഥായി. ദാവീദ് മഹനയീമിലെത്തിയപ്പോൾ തന്നോട് കൂടെയുള്ള ജനത്തെ അഥവാ സൈന്യത്തെ എണ്ണി നോക്കിയതിനു ശേഷം അവർക്ക് സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും നിയമിക്കുന്നു. അതിനുശേഷം ആ സൈന്യത്തെ മുഴുവൻ 3 കൂട്ടങ്ങളായി ഭാഗിച്ചു. അങ്ങനെ 3 പട്ടാള വകുപ്പിൽ ഒന്നിൻ്റെ നേതാവ് ആയിരുന്നു ഇത്ഥായി. ഇന്ന് ഇത്ഥായി എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായിട്ട്, ദാവീദിനോട് കൂറും വിധേയത്വവും പുലർത്തിയ ഇത്ഥായി. ഗത്ത് പട്ടണക്കാരനായിരുന്നിട്ടും അഥവാ ഒരു ഫെലിസ്ത്യ പൗരനായിരുന്നിട്ടും ദാവീദിനോട് കൂറും വിധേയത്വവും പുലർത്തിയ വ്യക്തിയായിരുന്നു ഇത്ഥായി. ഇത്ഥായിയുടെ കീഴിൽ 600 ഫെലിസ്ത്യ പടയാളികൾ ദാവീദിൻ്റെ അനുയായികളായി അണിനിരന്നു. 2 ശമൂവേൽ 15-ാം അധ്യായത്തിൽ പറയുന്ന പ്രകാരം ഇസ്രായേല്യരുടെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചുപോയി എന്ന് അറിഞ്ഞിട്ട് ദാവീദ് യെരൂശലേമിൽ തന്നോട് കൂടെയുള്ള സകല ഭൃത്യന്മാരോടും, നാം എഴുന്നേറ്റ് ഓടിപ്പോക, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശാലോമിൻ്റെ കയ്യിൽ നിന്ന് ശേഷിക്കുകയില്ല എന്ന് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ദാവീദ് രാജാവിൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ ഒരു വിധത്തിൽ ആയിരുന്നു. അങ്ങനെ മകനായ അബ്ശാലോമിനെ പേടിച്ച് ഓടിപ്പോകുന്ന അല്ലെങ്കിൽ ഓടി ഒളിക്കുന്ന ഒരു അനുഭവം ദാവീദിന് ഉണ്ടായപ്പോഴും വിദേശികളായ ഇവർ, അതായത് ഇത്ഥായിയും തൻ്റെ പടയാളികളും ദാവീദിനോട് ഏറെ കൂറും വിധേയത്വവും പുലർത്തി ദാവീദിനോടൊപ്പം നിൽക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ടാമതായിട്ട്, ദൈവത്തോടും നിയമപെട്ടകത്തോടും പറ്റിച്ചേർന്ന് നിന്ന ഇത്ഥായി. അക്കാലത്ത് രാജാക്കന്മാരെ ദൈവത്തെ പോലെ കരുതിയിരുന്നു. ഇവിടെ ദാവീദിൽ നിന്ന് രാജഭരണം തട്ടിയെടുക്കുവാനായിട്ട് ശ്രമിക്കുന്ന അബ്ശാലോം കുമാരൻ അന്ന് ജനസമ്മതനായി തുടരുന്ന ഒരു സാഹചര്യം ആയിരുന്നു. ആ സാഹചര്യത്തിൽ ദാവീദ് രാജാവിൻ്റെ ഭാവി ഏറെ അനിശ്ചിതത്വത്തിൽ ആയിരുന്നു. അങ്ങനെ ദാവീദ് ഇവരോട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് നിർദ്ദേശിക്കുന്നു. അല്ല എങ്കിൽ ഇത്ഥായിക്ക് അബ്ശാലോമിനോടും ചേരാമായിരുന്നു. എന്നാൽ ഇത്ഥായി രാജാവിനോട് മറുപടി പറയുന്നത് ഇപ്രകാരമാണ്. 2 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അതിന് ഇത്ഥായി രാജാവിനോട്, യഹോവയാണ് യജമാനനായ രാജാവാണ്. യജമാനനായ രാജാവ് എവിടെ ഇരിക്കുന്നുവോ അവിടെ തന്നെ മരണമോ ജീവനോ എന്തു വന്നാലും അടിയനും ഇരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തോടും നിയമപെട്ടകത്തോടും ദാവീദിനോടും കൂടെ ഇത്ഥായി പറ്റിച്ചേർന്ന് നിന്നു. പ്രിയമുള്ളവരെ, ഇപ്രകാരം ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ഇന്ന് കഴിയുന്നുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. കുറവുകൾ ഓർക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന പ്രിയ കർത്താവേ, എക്കാലവും സുഖത്തിലും ദുഃഖത്തിലും അങ്ങയോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ തുണയ്ക്കണമേ. ആമേൻ.